الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ എന്നുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളുമാണ്. ഇതിൻ്റെ മഹത്വം കേട്ടാലും അത് ഉൾക്കൊള്ളാതെ ജുമുഅ ദിവസം പോലും ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുൻപ് പുണ്യം നേടിയെടുക്കണം എന്നുള്ള നിലയിൽ പള്ളിയിൽ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങാടികളിൽ സമയം കഴിയുന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ബേജാറുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ആ തെരുവ് പ്രദേശം, അങ്ങാടികൾ, അള്ളാഹുവിന്റെ പള്ളിയിൽ വെറുതെ ഇരുന്നാൽ പോലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം രേഖപ്പെടുത്തുന്ന പള്ളികൾ, ഇത്
അറിയാത്തവരല്ല നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഒന്ന് പഠന വിധേയമാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന കൽപ്പന അതാണ്. ഇത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. ആ പള്ളികളിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അത്രമാത്രം റബ്ബിനു വേണ്ടി ഇബാദത്തെടുക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ പള്ളി, ആ പള്ളിയിലേക്ക് വരുന്നതും ആ റബ്ബ് ഇഷ്ടപ്പെടുന്ന അവന്റെ കേന്ദ്രമായ ആ പള്ളിയെ പരിപാലിക്കുന്നതുമൊക്കെ വലിയതായ പുണ്യം നമുക്ക് നേടിത്തരുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. എന്നിരുന്നാലും അള്ളാഹുവിന്റെ പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തവരായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അരികിലുള്ള സ്ഥാനം അതെത്രമാത്രം വലുതാണ് എന്നുള്ളത് ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ അത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഒരു കമ്മിറ്റി രൂപീകരിക്കും, ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, അതിന് കുറച്ച് ഭാരവാഹികൾ, ഇനി അവരായി അവരുടെ പാടായി പള്ളി അവരങ്ങ് കൊണ്ടു നടക്കട്ടെ. ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ് പ്രസിഡന്റോ സെക്രട്ടറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേര് കുറച്ച് ഒച്ചമുളിയൊക്കെ ഉണ്ടാക്കി അവരങ്ങോട്ട് മാറ്റി ഈ പള്ളിനേറ്റൊരു ബന്ധമില്ലാത്ത ആളുകളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനൊക്കെ ചില ആളുകൾ വല്ലാതെ പരിശ്രമിക്കാറുണ്ട്. ഇതൊക്കെ ചില നാടുകളിൽ നടക്കുന്ന രീതികളാണ്. അതുപോലെ തന്നെ ഒരു ഇമാമ് പള്ളിയിലുണ്ടാവും. ആ പള്ളി ക്ലീൻ ആക്കുന്ന വിഷയത്തില്, അതുപോലെ തന്നെ അവിടെ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തില് ഇതിനൊക്കെ ഏൽപ്പിക്കപ്പെട്ട് ശമ്പളം കൊടുത്ത് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി നമുക്കിവിടെ ഒരു പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല എന്നും വിചാരിക്കുന്ന ആളുകളാണ് നമ്മിൽ ഭൂരിപക്ഷം ആളുകളും. ഈ നിലയിലൊക്കെ ആണ് നമ്മുടെ ചിന്താഗതി എങ്കിൽ പള്ളിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരായ അതിന്റെ ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കുണ്ടാകുന്ന ടെൻഷനുകൾ, ഇമാമിന് ശമ്പളം കൊടുക്കണം, വരിസംഖ്യ പിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ചില ആളുകൾക്ക് മാത്രം ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് നമ്മൾ പുറകോട്ട് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഈ ഭവനം, റബ്ബിന്റെ പള്ളികൾ, അത് നടത്തുന്ന അതിനെ സഹകരിക്കുന്നവരായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അരികിലുള്ള സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മാസാമാസം കമ്മിറ്റിയെ മാറ്റാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടും. അത്രമാത്രം മഹത്തരമായ പ്രതിഫലമാണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നാളെ പരലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. ഇന്നല്ലാഹ ലയുനാദി യൗമൽ ഖിയാമത്തി ഐന ജീറാനി. 2-3 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിളിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ദൂതൻ നമ്മോട് പറയുകയാണ്, നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കും, ഐന ജീറാനി, എന്റെ അയൽവാസികൾ എവിടെ, എന്റെ അയൽക്കാരെവിടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കും. അപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, റബ്ബുന വമൻ യംബഗി അൻ യുജാബിറുക. അള്ളാഹുവേ, നിനക്ക് എങ്ങനെയാണ് അയൽവാസികൾ ഉണ്ടാവുക? നീ മഹത്വമുടയവനാണല്ലോ, നിനക്ക് എങ്ങനെയാണ് അയൽവാസികൾ ഉണ്ടാവുക? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഐന ഉമ്മാറുൽ മസാജിദ്, എവിടെയാണ് പള്ളി പരിപാലകന്മാർ?
പള്ളി പരിപാലകന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ ശമ്പളം വാങ്ങുന്ന ആളുകളെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ നിലയിൽ ഇടപെടുകയും ചെയ്യുന്ന ആളുകളുണ്ടോ അവരെയാണ് വിളിക്കുന്നത്. ആരാണ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ? ഒരു മഹല്ലിൽ ആ പള്ളിയും ഒരു മഹല്ലിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിക്കുന്നവരായ മുഴുവൻ ആളുകളും ഇതിന് ബാധ്യസ്ഥരാണ്. പള്ളി പരിപാലിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു മഹത്വമാണ്. അള്ളാഹുവിന്റെ അയൽവാസികളായി തീരാൻ സാധിക്കുമെന്ന മഹാഭാഗ്യമുള്ള ആ ഒരു സ്ഥാനം എങ്ങനെയാണ് സഹോദരങ്ങളെ ഇതറിഞ്ഞുകൊണ്ട് ഒരാളിൽ മാത്രം, ഒരു പ്രസിഡന്റും ഒരു സെക്രട്ടറിയും അതുപോലെ കുറച്ച് ആൾക്കാരും ആ ശമ്പളം പിരിക്കാനും കുറച്ച് വരിസംഖ്യ പിരിക്കാനും കുറച്ച് ആൾക്കാരും പിന്നെ ഇതൊന്നും എന്റെ ബാധ്യതല്ല എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് മാറുക? രണ്ട് തരത്തിലാണ് പള്ളി പരിപാലിക്കുക. ഒന്ന്, പള്ളികൾ നിർമ്മിക്കുക. പള്ളികളില്ലാത്ത പ്രദേശങ്ങളിൽ പള്ളികൾ നിർമ്മിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബിനാഇൽ മസാജിദ് ഫിദ്ദുവർ. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ദൂതർ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടോ വഅൻ തുനള്ളിഫ വതുതയ്യിബ, അതിന്റെ ഭാഗം അങ്ങനെയാണ്. ആ പള്ളികൾ വൃത്തിയായി കൊണ്ടു നടക്കുവാനും അതിനെ പരിമളമുള്ളതാക്കി തീർക്കുവാനും. ഈ രണ്ട് കാര്യത്തിലും നമ്മുടെ അരികിൽ വീഴ്ചകളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു പള്ളി, ആ പള്ളിയെ വളരെ ഭംഗിയായ രൂപത്തിൽ അലങ്കരിച്ച് കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ഈ പള്ളി എത്രമാത്രം മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ നാട്ടിലുള്ള സുമനസ്സുകളായ പള്ളിയോട് സ്നേഹമുള്ളവരായ ആളുകൾ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തതിന്റെ ഫലമായിക്കൊണ്ടാണ് ഈ പള്ളി ഈ രൂപത്തിൽ. ഏതൊരു മനുഷ്യന് കടന്നു വന്നു കഴിഞ്ഞാലും ചോദിക്കും, മാഷാ അല്ലാഹ്, നല്ല കാർപ്പറ്റൊക്കെ വെച്ച് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ, ഇത് വെറുതെ ഉണ്ടായതാണോ? അല്ല, റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, ജനങ്ങളുടെ കയ്യടി നേടണമെന്നുള്ള ഒരു ആഗ്രഹവും ഇല്ലാതെ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ചെലവഴിക്കുന്ന ഓരോ രൂപയും കാശ് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലേ? നമ്മളാൽ കഴിയുന്ന എന്ത് ഖിദ്മത്ത് ഇതിന് ചെയ്തു കൊടുത്തുകയാലും നേരത്തെ പറഞ്ഞ അല്ലാഹുവിന്റെ അയൽവാസികൾ എന്നുള്ള ആ മഹത്തായ സ്ഥാനത്തിലേക്ക് ഉയരുകയാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഉദ്ദേശിക്കുന്നത്. ഒരു ഇമാമിന് അല്ലെങ്കിൽ ഒരാളെ ക്ലീനിങ്ങിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഒരു പല്ലിക്കാട്ടം കണ്ടാലോ അല്ലെങ്കിൽ ഒരു പുൽക്കൊടി കണ്ടാലോ അതൊന്നും ഇനി എന്റെ ബാധ്യതയിൽപ്പെട്ടതല്ല. ആ ക്ലീനിങ് ഏൽപ്പിച്ച വ്യക്തിയെ പ്രത്യേകം വിളിച്ച് ഇവിടെ പിന്നെ പൊടിയുണ്ട് അല്ലെങ്കിൽ അവിടെ ചളിയുണ്ട് എന്ന് പറഞ്ഞ് കൽപ്പിക്കുന്ന ആ ഒരു രീതി മാറ്റണം നമ്മൾ. മറിച്ച് ഇത് ഈ മഹല്ലിൽ ജീവിക്കുന്ന എന്റെ ഉത്തരവാദിത്തമാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ടത് എന്നുള്ള ചിന്താഗതി, അതാണ് നമുക്ക് വേണ്ടത്. ആ സ്ഥാനം റബ്ബിന്റെ പള്ളിയെ പരിപാലിക്കുന്ന മനുഷ്യർക്കുള്ള മഹത്തരമായ അള്ളാഹുവിന്റെ അരികിലുള്ള മഹത്തായ പ്രതിഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു കാണാൻ യാതൊരു ഭംഗിയുമില്ലാത്തൊരു സ്ത്രീയായിരുന്നു മദീന പള്ളി അടിച്ചു വൃത്തിയാക്കിയിരുന്നത്. ആ സ്ത്രീ മരണപ്പെട്ടു. ഉമ്മു മഹദിൻ എന്നായിരുന്നു അവരുടെ പേര്. അവർ മരണപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നില്ല. കാരണം ഒരു അടിമ സ്ത്രീയാണ്. അതുപോലെ തന്നെ ആളുകൾ അത്ര പരിഗണിച്ചില്ല. അവർക്ക് കുറച്ച് ആളുകൾ ഖബറടക്കം അവരെ ജനാസ കൊണ്ടുപോയി ഖബർ അടക്കി. ദിവസങ്ങളോളമായിട്ട് പള്ളിയിൽ അവരെ കാണാതായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് അന്വേഷിച്ചു. എവിടെ ഇവിടെ ക്ലീൻ ചെയ്യുന്ന പെണ്ണ് എന്ന് ചോദിച്ചപ്പോൾ അവർ മരണപ്പെട്ടിട്ടുണ്ട് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ആ സ്ത്രീ മരണപ്പെട്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? അവർക്കുള്ള മഹത്വം, അവർക്കുള്ള സ്ഥാനം നിങ്ങൾക്കറിയില്ലേ? അള്ളാഹുവിന്റെ പള്ളി വൃത്തിയാക്കുന്ന ഒരു പെണ്ണാണവൾ.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുകയും അവരുടെ ഖബർ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും നബി തിരുമേനി അവിടെ പോയി നമസ്കരിക്കുകയും ചെയ്തു. അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവരുടെ ഖബറിടം അള്ളാഹു ഇവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായി പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട്. പള്ളി ക്ലീൻ ചെയ്യുന്ന മനുഷ്യന്റെ ഖബർ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിൽ നിറക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന മഹാന്മാരായ 7 വിഭാഗം ആളുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സുദീർഘമായ ഹദീസിലൂടെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബ്അത്തുൻ യുളില്ലുഹും അല്ലാഹു ഫീ ളില്ലിഹി യൗമുൻ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ആ ദിവസം 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തണലിട്ട് കൊടുക്കുന്നതാണ്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. ഒരു മനുഷ്യൻ, അവന്റെ മനസ്സ് സദാ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കും. ബാങ്ക് വിളിക്കുന്ന സമയമായി കഴിഞ്ഞാൽ മറ്റെന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അവൻ അതിൽ നിന്ന് മാറി നിൽക്കും. അതുപോലെ തന്നെ പള്ളിയിൽ നിരന്തരമായി ജമാഅത്തിന് വരുന്ന വിഷയത്തിൽ അവൻ മുൻപിലുണ്ടായിരിക്കും. പള്ളിയുടെ കാര്യങ്ങളിൽ അതിന്റെ വരിസംഖ്യ നൽകുന്ന വിഷയത്തിലാവട്ടെ, അത് ക്ലീനിങ് ചെയ്യുന്ന വിഷയത്തിലാവട്ടെ, ആ പള്ളിയിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലാവട്ടെ, എല്ലാറ്റിലും മുൻപന്തിയിൽ ആ മനുഷ്യനുണ്ടാവും. അവന്റെ ഓരോ ചലനങ്ങളിലും സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ പള്ളി, അതിന്റെ പുരോഗമനം, അതിന്റെ നേട്ടങ്ങൾ, അവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഈ നിലയിൽ അവന്റെ നാവുകളിലും മനസ്സുകളിലും ചലനങ്ങളിലുമൊക്കെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു മനുഷ്യന് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്റെ തണൽ ഇട്ടുകൊടുക്കുമെന്നാണ്. അപ്പൊ പള്ളി അതിന്റെ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സഹോദരങ്ങളെ, ആരാണ് പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? നാട്ടിലെ അത്യാവശ്യം പൈസ ഉള്ള, പ്രത്യേകിച്ച് അയാളുടെ പേരിന്റെ കൂടെ ഒരു ഹാജിയൻ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളെയാണോ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആക്കുക. പള്ളിക്ക് തീരെ വരാത്ത ഒരുപാട് മഹല്ലുകൾ അങ്ങനെ ഉണ്ട്. പള്ളിയുമായി ഒരു ബന്ധം ഉണ്ടാവില്ല, പക്ഷെ നാട്ടിലും പ്രത്യേകിച്ച് വലിയ ഒരു കാരണവരൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പള്ളിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി ആരാണ് പള്ളിയുടെ കാര്യങ്ങൾ, അതിന്റെ ഭരണ നിർമ്മാണ ചുമതലകൾ വഹിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ് സൂറത്ത് തൗബ 18-ാമത്തെ ആയത്ത്. നമുക്ക് ഓരോരുത്തർക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമസ് സ്വലാത്ത വ ആതസ് സകാത്ത് വലം യഖ്ശ ഇല്ലല്ലാഹ്. 4 യോഗ്യതകളാണ് പറഞ്ഞത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടുന്നവരായ ആളുകൾ, അതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നവരായ ആളുകൾ ആരാ? ഒന്നാമതായി അവന്റെ ക്വാളിഫിക്കേഷൻ മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം. ദർഗകളിലും ജാറങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള പാതിരിമാരുടെയും പുരോഹിതന്മാരുടെയും കേന്ദ്രങ്ങളിലുമൊക്കെ വിസിറ്റ് ചെയ്യുന്നവരായ ആളുകളല്ല പള്ളി പുജുവിന്റെ പരിപാലനം ഏൽക്കേണ്ടത്. മറിച്ച് അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ എന്നുള്ളത് അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പല പള്ളികളും സാമ്പത്തിക സ്വസ്ഥതി കൈവരിക്കാറുള്ളത് ആ പള്ളിയോടനുബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു മഹാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുടെ ഒരു ഖബർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കി, ഒരു ജാറമുണ്ടാക്കി, അതിലുള്ള വരുമാനത്തിലാണ് പല പള്ളികളും ഇന്ന് ശോഭിച്ചു നിൽക്കാറുള്ളത്. നാട്ടിലുള്ള പാവങ്ങളായ ആളുകളുടെ കൈകളിൽ നിന്നും ലഭിക്കുന്ന വരിസംഖ്യയിലൂടെ കൊണ്ടുപോകുന്ന പള്ളികൾ പ്രയാസത്തിലായിരിക്കും. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, അവിടെ ഒരു കാര്യം മുടങ്ങുന്നുണ്ടാവില്ല. റബ്ബിന്റെ ബർക്കത്ത് ആ സമയത്തുമ്പോ അതെങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകും. അത് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായമാണ്.
സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായ ആളുകളാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം ഏൽക്കേണ്ട ആളുകൾ. അതുപോലെ തന്നെ അവർ അവല്യോമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമുള്ളവരായിരിക്കും. കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നു, ബാങ്കിന്റെ സമയങ്ങളിൽ ജമാഅത്തിന് അതിന് കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നതായ കേന്ദ്രങ്ങളിൽ വന്നുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുന്നവരായ ആളുകൾക്കാണ് ഈ യോഗ്യത ഉള്ളത്. അല്ലാതെ ആരെങ്കിലും പിടിച്ച് പള്ളി കമ്മിറ്റിയിലാക്കി കഴിഞ്ഞാൽ പള്ളിയുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മഹത്വവും പ്രതിഫലം യോജ്യമല്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വആതുസ് സകാത്ത്, തന്റെ ധനം റബ്ബ് നൽകിയ ആ സമ്പാദ്യത്തിൽ നിന്ന് കൃത്യമായി സകാത്ത് നൽകുകയും ചെയ്യും. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റൊരാളെയും അവൻ പേടിക്കുകയില്ല. ഏത് വിഷയം വന്നാലും, അത് രാഷ്ട്രീയപരമായ വിഷയങ്ങളാവട്ടെ, മറ്റുള്ള ഭൗതികപരമായ കാര്യങ്ങളാവട്ടെ, ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വിഷയങ്ങളാവട്ടെ, ഒന്നിലും ഒരാളെയും പേടിക്കൂല. ഹസ്ബുനല്ലാഹ്, എനിക്ക് റബ്ബുണ്ട്. ആ അചഞ്ചലമായ വിശ്വാസമുള്ളവരായ അത്തരക്കാരായ ആളുകളാണ് യഥാർത്ഥ കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളാണ് പള്ളി പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ യോഗ്യർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഒരു പ്രവാചകനാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, വഅഹദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ അൻ തുഹിറാ ബൈതിയ ലിത്വാഇഫീൻ വൽആകിഫീന വറുകഇസ് സുജൂദ്. അല്ലാഹുവിന്റെ ഭവനമാകുന്ന കഅബ, ആ കഅബ അത് ശുദ്ധീകരിക്കാൻ, അവിടെ തവാഫ് ചെയ്യുവാനും അതുപോലെ തന്നെ അവിടെ എത്തിക്കാപ്പിരിക്കാനൊക്കെ വരുന്നവരായ ആളുകൾക്ക് വേണ്ടി ശുദ്ധിയായി കൊണ്ടു നടക്കണമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ പള്ളി, നമ്മൾ ഇടപെടുന്ന, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഈ പള്ളി, അത് വൃത്തിയായി കൊണ്ടു നടക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബയുടെ ചുമരിൽ തുപ്പലിന്റെ പാട് കണ്ടു. ഉടനെ തന്നെ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബേജാറോടുകൂടി അത് തന്റെ നഖം കൊണ്ട് ചുരണ്ടി വൃത്തിയാക്കുന്ന കാഴ്ച കണ്ടു. സഹാബിമാർ പറയും, അല്ലാഹുവിന്റെ റസൂല് അതൊന്നും പിന്നേക്ക് മാറ്റി വെച്ചിരുന്നില്ല, അത് അള്ളാഹുവിന്റെ ഭവനമാണ് എന്നുള്ള. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു കരട് നമ്മുടെ പള്ളിയിൽ കണ്ടാൽ അത് വൃത്തിയാക്കിയാൽ അതിന് കൊണ്ട് കിട്ടുന്ന വലിയ പ്രതിഫലം അറിഞ്ഞുകൊണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നാളെ പരലോകത്തേക്കുള്ള നമുക്ക് വലിയ ഒരു സ്ഥാനമാനമാണത്. അള്ളാഹുവിന്റെ അർശിന്റെ തണലൊക്കെ ലഭിക്കാൻ കാരണമാവും. നമ്മുടെ ഖബറിടം പ്രകാശപൂരിതമായി തീരുന്ന അത്തരത്തിലുള്ള വലിയ സ്ഥാനങ്ങളാണ് നമുക്ക് പള്ളി പരിപാലനത്തിലൂടെ ലഭിക്കാനുള്ളത്. മറ്റൊന്ന് ആന്തരികമായ പരിപാലനമാണ്, ബാഹ്യമായ പരിപാലനമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുണ്ടാക്കുക, അത് ക്ലീൻ ചെയ്യുക പോലെയുള്ള കാര്യങ്ങളിലൊക്കെ. ചില പള്ളികളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ബാത്റൂമിലേക്കൊന്നും ചെല്ലാൻ പറ്റൂല. മഞ്ഞ നിറത്തിലും അതുപോലെ തന്നെ കറപിടിച്ച് ദുർഗന്ധം കൊണ്ട് പള്ളിയായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പോയാൽ ഇത് നമ്മുടെ വീടാണ് എന്നുള്ള ആ ഒരു ചിന്തയിലായി കഴിഞ്ഞാൽ എല്ലായിടവും വൃത്തിയും വെടുപ്പും ഉണ്ടാകും. അതിന് വലിയ കൂലിയാണ് റബ്ബിന്റെ അടുത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്കത് വലിയ സ്ഥാനമാണ്, നേട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന് ആത്മീയമായ പരിപാലനമാണ്. കൃത്യമായി ജമാഅത്തിന് വരുന്നതാണ് ആത്മീയമായ പരിപാലനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പള്ളിയുടെ എല്ലാ വിഷയങ്ങളിലും ആ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടാവും. ആ പള്ളി നടത്തിക്കൊണ്ടു പോകുന്ന കാര്യത്തിൽ ഒരു വിഷമവും അവനായിട്ട് വരുത്തിയേക്കൂല. അവന് ഏൽപ്പിക്കപ്പെട്ട വരിസംഖ്യ കൃത്യമായി കൊടുക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തന്റെ സാന്നിധ്യം, ഇത് അത് എനിക്ക് റബ്ബ് എന്നെ ഏൽപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു ബോധത്തോടെ സ്വന്തം വീട് പോലെ അത് പരിഗണിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുകയാണ് ചില ആളുകളെ കുറിച്ച്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ. അല്ലാഹുവിന്റെ ചില ഭവനങ്ങളുണ്ട്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ ഉന്നതമാക്കുന്നതിനെ, ഉയർത്തുന്നതിനെ അവർ ഇഷ്ടപ്പെടുന്നു.
പള്ളിയിൽ വന്നാലും വെറുതെ വർത്താനം പറഞ്ഞിരിക്കാറില്ല. അതേപോലെ തന്നെ മറ്റുള്ള നാടൻ ചർച്ചകളിൽ ഇടപെടലല്ല. മറിച്ച് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, അദ്കാറുകൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകൾ, അവന്റെ നാമത്തെ അവർ സ്മരിച്ചു കൊണ്ടിരിക്കും. പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ സംബന്ധിച്ച് അവർ തസ്ബീഹുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. കൃത്യമായി സുബഹി നമസ്കാരത്തിനും അസർ നമസ്കാരത്തിനും ഒക്കെ വിശ്വാസികളായ അള്ളാഹുവിന്റെ ഈ പ്രത്യേക സ്ഥാനമുള്ളവരായ ആളുകൾ അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മാലാഖമാരെ ഈ വിഷയങ്ങളിൽ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവർ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് പള്ളികളിൽ സുബഹി ജമാഅത്തിനും അസർ ജമാഅത്തിനും ഈ മലക്കുകൾ എല്ലാവരും പള്ളിയിൽ സംഗമിക്കുമെന്നാണ്. ആ സമയത്ത് അവർ അള്ളാഹുവിന്റെ അരിയിലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കും, എന്റെ അടിമ നീ പോരുന്ന സന്ദർഭത്തിലൊക്കെ എന്താണ് അവസ്ഥ? സുബഹിക്ക് പങ്കെടുക്കുന്നവരായ മലക്കുകൾ പറയും, അല്ലാഹുവേ, അവർ നിന്റെ പള്ളികളിൽ ജമാഅത്തായി നമസ്കരിക്കുകയാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുകയാണ്. അസറിന് അവസാനിപ്പിക്കുന്ന ഡ്യൂട്ടിയുള്ള മലക്കുകൾ പറയും, അല്ലാഹുവേ, ഞാൻ പോരുമ്പോ അവരെ ജമാഅത്ത് നമസ്കാരങ്ങളിലായിക്കൊണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ആത്മീയമായി പള്ളിയുമായി ബന്ധപ്പെടുന്നവരായ ആളുകൾക്കൊക്കെ ലഭിക്കുന്ന മഹാ നേട്ടങ്ങളാണ് എന്നുള്ളത് നമ്മൾ പറയുന്നു, നമ്മൾ മനസ്സിലാക്കാം. ചില ആളുകൾ പറയാറുണ്ട്, അതിപ്പോ ചില ആൾക്കാർ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, ബിസിനസ് ഉണ്ട്, ജോലി ഉണ്ട്, കടണ്ട്, പണികളുണ്ട്, ഒഴിവുണ്ട്, പള്ളിയിലൊക്കെ വരാൻ പോതില്ല എന്നല്ല, ഞങ്ങളെ പോലെ നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ചില മനുഷ്യന്മാരെ കുറിച്ച്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്. ചില മനുഷ്യന്മാര് അവരുടെ ബിസിനസ്സോ അവരുടെ മറ്റുള്ള ജോലികളോ ഒന്നും അവർക്ക് പടച്ചവന്റെ പള്ളിയിലേക്ക് വരാൻ തടസ്സമല്ല. ഇത് അല്ലാഹു എടുത്തു പറഞ്ഞ് ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ്. ആ വിഭാഗത്തിൽ ഞാനുണ്ടോ അത് നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിന്റെ പള്ളിയുമായി സ്നേഹമുള്ള റബ്ബിന്റെ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരായ ചില ആളുകൾ അവരുടെ ജോലിയും മറ്റുള്ള ചുറ്റുപാടുകളും ഒന്നും അവർക്ക് പ്രശ്നമല്ല. എന്താ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. ഹൃദയങ്ങളും അതുപോലെ തന്നെ ഹൃദയങ്ങൾ വിറകൊള്ളുന്ന ഒരു ദിവസത്തെ, കണ്ണുകൾ ഭയം കൊണ്ട് ബേജാറിലാകുന്ന ഒരു ദിവസത്തെ പേടിക്കുന്നവരായ ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ ഇതൊന്നും അവർക്ക് ബാധകമാവില്ല. അവർ കൃത്യമായി ബാങ്ക് വിളിച്ചു കേട്ടാൽ അവർ ചെയ്യുന്ന ജോലികൾ തൽക്കാലത്തേക്ക് അവിടെ മാറ്റിവെച്ച് പള്ളികളുമായി ബന്ധപ്പെടും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ വിഭാഗത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവണം എന്നാണ് ഈ കാര്യത്തിന്റെ ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹുവിന്റെ ആ മഹത്വം, റബ്ബ് നൽകുന്ന ആ സ്ഥാനമാനങ്ങളിൽ എനിക്കും നിങ്ങൾക്കും പങ്കാളികളാവാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അങ്ങനെയുള്ള നല്ലവരായ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف مبعوث رحمة للعالمين نبينا محمد وآله وصحبه أجمعين أما بعد أيها الإخوان أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കി വന്നത്, പള്ളികളുമായി ബന്ധപ്പെടുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന അതിമഹത്തരമായ പ്രതിഫലമാണ്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ പള്ളിയുടെ വിഷയത്തിൽ ഒരുപാട് പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. പള്ളികളിൽ വന്നാൽ ബാങ്ക് വിളിക്കാൻ താല്പര്യം കാണിക്കുക. ബാങ്കിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ചില വിഭാഗക്കാരായ ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
അൽ മുഅദ്ദിനൂൻ അതൂലുൻ നാസി അനാഖഹും യൗമൽ ഖിയാമ, ജനങ്ങൾക്കിടയിൽ തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുന്നവരായ ചില ആളുകൾ, അവർ മുഅദ്ദിനീങ്ങളാണ്. പള്ളികളിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾ പരലോകത്ത് ഒന്ന് തല ഉയർത്തി നിൽക്കാൻ, എല്ലാവരും പേടിച്ച് തല താഴ്ത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ തല ഉയർത്തി നിൽക്കുന്നവരായ ആളുകൾ, അവർ മുഅദ്ദിനീങ്ങളാണ്. ഒരു ബാങ്കിനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താത്തവരായ ചില ആളുകൾ അതിനുവേണ്ടി നറുക്കിടാൻ വരെ ശ്രമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, പള്ളിയുടെ ഒന്നാമത്തെ സഫിന്റെയും ബാങ്കിന്റെയും പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ ആളുകൾ അതിനുവേണ്ടി നറുക്കിടുമായിരുന്നു. പള്ളിയിലേക്ക് നടന്നു വരുന്നതിന്റെ പ്രാധാന്യം അവർ അറിയുന്നവരാണ്. വീടുകളിൽ നിന്ന് ഒന്നുമെടുത്ത് നടന്നുകൊണ്ട് വരുമ്പോ തന്റെ ജീവിതത്തിൽ മനുഷ്യ സഹജമായി തന്നിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, ഞാൻ എന്റെ കാൽപ്പാടുകൾ ഉയർത്തുമ്പോൾ റബ്ബിന്റെ അരികിൽ എനിക്കൊരു സ്ഥാനം ഉയരുകയാണെന്നും, എന്റെ ഒരു കാല് ഞാൻ താഴ്ത്തി വെക്കുമ്പോൾ എന്റെ പാപം കൊഴിഞ്ഞു പോകുന്നവ ഏതാണ് എന്നും അറിഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നവരായ ആളുകൾ, നടത്തത്തിന്റെ പ്രതിഫലം അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നവരായ ചില ആളുകൾ, അവർക്കാണ് പള്ളിയിലേക്ക് ഇങ്ങനെ സ്നേഹം ഉണ്ടാകുക. ഞാൻ പള്ളിയിലേക്ക് രാവിലെയും വൈകുന്നേരവും വരുമ്പോ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം ചൊരിയുന്നുണ്ട്. ആ പ്രകാശമായിരിക്കും നാളെ പരലോകത്ത് മഹ്ശറിൽ എനിക്ക് തുണയാവുണ്ടാവുക എന്ന് അറിയുന്നവരായ ആളുകളാണവർ. തന്നെയുമല്ല, പള്ളികളിലേക്ക് നടന്നു വരുന്നവരായ ആളുകൾ, ജമാഅത്തിന് കൃത്യമായി വരുന്നവരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കാരം ഒരുക്കി വെക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു പരിപാടി ഉണ്ട്, ഒരു സൽക്കാരം ഉണ്ടെന്നുണ്ട് കഴിഞ്ഞാൽ മാറ്റി പുറപ്പെട്ട് നേരത്തെ കാലത്ത് പോലെയാണെങ്കിലും റബ്ബ് നമുക്ക് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ സൽക്കാരം തയ്യാറാക്കുന്നുണ്ട്, വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കുന്നുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരായ സാബിഖൂനൽ അവ്വലൂൻ, ഒന്നാമതായി ഞാൻ മുന്നിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകൾ, ഈ പ്രതിഫലങ്ങളൊന്നും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. പള്ളിയുടെ ഏത് കാര്യത്തിലും ഞാൻ മുന്നിലുണ്ടാകും എന്നുള്ള ആ ഒരു അടിയുറച്ച ചിന്തയോടെ, ആ ഒരു പ്രതിഫല ആഗ്രഹത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. ധാരാളമായി ഇതിന്റെ പ്രതിഫലം പുണ്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷേ സന്ദർഭം ഇതാണല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടത്, മനസ്സിലാക്കിയത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരായ നല്ലവരായ ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് മുന്നേറുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.